ഹലോ കൂട്ടുകാരെ, ഇന്നൊരു വെറൈറ്റി അച്ചാറായാലോ. ഇന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയേക്കുന്നത് പഴം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്താൽ മതി, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്തത്. ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ടേ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്നങ്ങ് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും ഒരു 10-25ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ഒന്ന് രണ്ടായിട്ടൊക്കെ ഒന്ന് 2-3 ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തേക്കുക കേട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ അത്യാവശ്യം വലുതായതുകൊണ്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി അതിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് അതും ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അല്ലിയാണ് കുറച്ചധികം ചേർക്കുന്നത്. ഇനി ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ആ എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ആ വെളുത്തുള്ളിയിലെ ഇടയ്ക്ക് കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ടേ. ഇപ്പോൾ ദാണ്ടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകം വരെയൊക്കെ ഒന്ന് മതിയാവേ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം അത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ ഉലുവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഇപ്പം തന്നെ ആ ഒരു അച്ചാറിൻ്റെ ഒരു ഫീൽ കിട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറിയിരിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയായിട്ട് വരുന്നുണ്ടേ. ഇപ്പോൾ ദാണ്ട ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകമൊക്കെ ആകുമ്പോഴേക്കേ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 10-20 എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കൈവച്ച് തന്നെ ഒന്ന് പിച്ചി ഇട്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ഒരു 3 വലിയ പഴം നോക്കി എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏത്തക്ക ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഞാൻ ഈ സ്പാച്ചില ഒന്ന് മാറ്റുന്നുണ്ട്. അതിന് ഒട്ടും കട്ടിയില്ലാത്തതുകൊണ്ട് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള ഒരു സ്പാച്ചില നോക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴും ബിരിയാണിയുടെ കൂടെയൊക്കെ വിളമ്പുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ കഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതാണ്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു 1/2 കപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. വെള്ളം പോരാന്ന് തോന്നിയിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അവിടെ നിന്നൊന്ന് വേവട്ടെ.
ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. അപ്പോൾ അതാണ്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ പഴമൊക്കെ ചെറുതായിട്ട് ഒന്നങ്ങ് ഉടച്ചു കൊടുത്തോളൂ. ഒരുപാട് അങ്ങിട്ട് ഉടച്ചെടുക്കണ്ട, ചെറുതായിട്ട് ഒരു കുറച്ച് മാത്രം ഒന്ന് ഉടച്ചെടുക്കാം. അതുപോലെ ഈ പഴവും ഈത്തപ്പഴവും ഇങ്ങനെ അച്ചാറിടുന്ന പോലെ ഈത്തപ്പഴവും നാരങ്ങയും കൂടെ അച്ചാറിടും കേട്ടോ. അതും പൊള്ളി ടേസ്റ്റാണ്. ഇത് രണ്ടും ഞങ്ങളുടെ വീട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ തീരുന്ന വഴിയേ അറിയില്ല കേട്ടോ. അപ്പോൾ അതാണ്ട് ചെറുതായിട്ടൊക്കെ ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇട്ടൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ കടിക്കാൻ കിട്ടണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ദാണ്ടെ ഇത്രയൊക്കെ മതിയേ. ഇനി ഫൈനലി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പോളം നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനാഗിരിയൊക്കെ ചേർക്കുമ്പം നിങ്ങളുടെ ആ ഒരു പുളിയുടെ ലെവൽ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എനിക്കൊരു 1/4 കപ്പിൻ്റെ ഒക്കെ ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. അടിപൊളി ഒരു മണമൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പഴമൊക്കെ വെറുതെ എടുത്ത് കളയേണ്ടിയൊക്കെ വരുന്ന വീടുകളുണ്ടാവും. അവരൊക്കെ ഇതുപോലെ അച്ചാറിട്ട് സൂക്ഷിച്ച് വെച്ചോളൂ. നല്ല ടേസ്റ്റാണ്, തീരുന്ന വഴിയേ അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചാർ കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട്, ഒരു ചില്ലുകുപ്പിയോ അല്ലെങ്കിൽ ഒരു ഭരണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അതിൽ ഇട്ട് സൂക്ഷിച്ച് വെക്കാൻ നല്ലതാണ്. ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു മറ്റേ ഒരു ഭരണിക്കകത്തോട്ടൊന്ന് മാറ്റുന്നുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോഴേ നല്ല ഭംഗിയാണ് കണ്ടോ. അതുപോലെ ടേസ്റ്റിയുമാണ് കേട്ടോ. ഇതുപോലൊരു ഭരണിക്കകത്തോട്ടാണ് ഞാനതൊന്ന് മാറ്റുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കിക്കോ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.